നാടിന് നടുക്കി വാഹനാപകടം. ഓച്ചിറ വലിയ കുളങ്ങരയിലാണ് ഉത്രാട ദിനത്തെ കണ്ണീരിലാഴ്ത്തി അപകടമുണ്ടായത്. അപകടത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. KSRTC ഫാസ്റ്റ് പാസഞ്ചറും ജീപ്പും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. 2 പേരുടെ നില ഗുരുതരമാണ്. ഓച്ചിറ വലിയ കുളങ്ങരയിൽ വാഹനാപകടത്തിലാണ് 3 പേർ മരിച്ചത്. 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. തേവലക്കര പടിഞ്ഞാറ്റേക്കര പൈപ്പുമുക്ക് സ്വദേശി പ്രിൻസ് തോമസ്, മക്കളായ അൽക്ക, അതുൽ എന്നിവരാണ് മരിച്ചത്. ഭാര്യ വിന്ധ്യ, മകൾ ഐശ്വര്യ എന്നിവർക്ക് പരിക്കേറ്റു. വിന്ധ്യയുടെ സഹോദരന്റെ മകനെ UK-യിലേക്ക് യാത്രയയക്കാനായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി തിരിച്ചു വരുമ്പോഴായിരുന്നു അപകടം. KSRTC ഫാസ്റ്റ് പാസഞ്ചറും താറും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. താറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഏറെ പണിപ്പെട്ടാണ് പരിക്കേറ്റവരെ താറിൽ നിന്നും പുറത്തെടുത്തത്. ചേർത്തലയിലേക്ക് പോവുകയായിരുന്നു ബസ്. KSRTC ബസിന്റെ മുൻഭാഗം തകർന്നു. രാവിലെ 6:30ഓടെയാണ് അപകടമുണ്ടായത്. വലിയ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. സുഹൃത്തെ വിളിച്ചു പറഞ്ഞത്, അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഡ്രൈവർ ഇങ്ങനെ ജീപ്പിനകത്ത് കുടുങ്ങി കിടക്കുക. അങ്ങനെ ഫയർഫോഴ്സും പോലീസുകാരും നാട്ടുകാരോട് ഇടപെട്ട് 1 മണിക്കൂറോളം രക്ഷാപ്രവർത്തനം നടത്തിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിലാക്കിയത്. ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് 4 പേർ മരണപ്പെട്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിനകത്ത് ഒരു കൊച്ചു മോളും ഉണ്ട്, 8 വയസ്സുള്ള. ജീപ്പിനകത്ത് മൊത്തം ജീപ്പിനകത്ത് 4 പേരുണ്ടായിരുന്നു. ബസ്സിനകത്തുനിന്ന് ഒരു സ്ത്രീ ഉരുളാതെ വീണ ഒരു ഹോസ്പിറ്റലില്ല. 3-5 പേര് ആശുപത്രിയിലുണ്ട് പരപരമായി. താറിൽ പ്രിൻസും ഭാര്യയും 3 മക്കളുമാണ് ഉണ്ടായിരുന്നത്. അപകടത്തിൽ ബസ്സിലെ 16 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. 14 പേർ ഓച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിലും 2 പേർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലാണ്. KSRTC ബസ്സിലെ ഡ്രൈവർ N അനസ്, കണ്ടക്ടർ ചന്ദ്രലേഖ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത്. ബസ്സിൽ ജീവനക്കാർ ഉൾപ്പെടെ 26 പേരുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.